ജപ്പാൻ ജപ്പാൻ നമ്മൾ മുംബൈയിൽ നിന്ന് കോലാലംപൂർ, അവിടുന്ന് നേരെ ജപ്പാൻ. നാട്ടിൽ നിന്ന് മാറി നമ്മളിന്ന് വ്ളോഗ് എടുക്കുന്നത് വേറെ സ്ഥലത്തു നിന്നാണ്. കുറേ കാലം നമ്മളിങ്ങനെ ട്രിപ്പ് പോകുന്ന പ്ലാൻ ചെയ്യണേ. അപ്പോൾ അന്ന് അതിരടിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ അൻഡാട്ടം പറഞ്ഞു നമുക്കിങ്ങനെ ട്രിപ്പ് പോകണമെന്ന്. സോ നമ്മളിന്ന് 1, 2, 3, 4, 5 പേരാണ് നമ്മളിന്ന് ട്രിപ്പിന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു 14 മണിക്കൂറോളം യാത്ര ചെയ്ത് ഫ്ലൈറ്റിൽ ഇരുന്ന് ആകെ മടുത്തിക്കണ്. അങ്ങനെ യാത്ര ചെയ്തിട്ട് ആണ് ഈ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. എത്ര മണിക്ക് തുടങ്ങിയ നാട്ടിൽ നിന്ന്? നമ്മള് നാട്ടിൽ നിന്ന് 12 മണിക്ക് 12 മണി തുടങ്ങിയിട്ട് പിന്നെ നമ്മള് കോലാലംപൂർ ഇറങ്ങി. അവിടുന്ന് പിന്നെ നമ്മള് 7 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് നിറാറ്റയിലെത്തിയത്. നിറാറ്റ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അങ്ങനെ ഫുൾ യാത്ര. അപ്പൊ അതിന്റെ ഇടക്കാണ് അർജന്റീനയുടെ കളി നടന്നത്. വൻ കളിയാണ്. കുറച്ച് ഫസ്റ്റ് ഹാഫ് മിസ്സായെങ്കിലും സെക്കൻഡ് ഹാഫ് നമ്മളെല്ലാവരും ഇരുന്ന് കണ്ട് വൻ കളിയായിരുന്നു. പക്ഷെ അന്ന് ഫസ്റ്റ് ഹാഫ് മിസ് ചെയ്തതിന്റെ സങ്കടമുണ്ട്. കാരണം ഇത്രയും വലിയ കളി 4 വർഷത്തിന് ശേഷം നടക്കുമ്പോൾ അതിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് മിസ്സാവെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ്. അർജന്റീന എന്നല്ല, ബാക്കിയുള്ള എല്ലാ കളി. അതായത് ഇപ്പൊ ഞാൻ രണ്ട് ദിവസം മുമ്പ് ദുബായി പോയി വന്നപ്പോഴും ദുബായിക്ക് ഫ്ലൈറ്റ് അങ്ങോട്ട് പോണ സമയത്താണ് ബ്രസീലിന്റെ കളി. അപ്പൊ അത് ഒരു ഹാഫ് മിസ്സായി. ദുബായിൽ നിന്ന് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് ബ്രസീലിന്റെ റൗണ്ട് ഓഫ് 32 അടുത്ത കളി. അതും മിസ്സായി. ഇങ്ങനെ നമ്മൾ മൗണ്ട് ഫൂജി കാണാൻ വന്നിരിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. നമ്മുടെ കൂടെ ഉള്ള 5 പേരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. പിന്നെ അതേപോലെ തന്നെ മൗണ്ട് ഫൂജി കാണാൻ വന്നപ്പോൾ ഭയങ്കര ക്ലൈമറ്റ്, മഴ ക്ലൈമറ്റാണ്. അപ്പോൾ കാണൽ ഇറ്റ്സ് വെരി ടാസ്ക്. സോ അതിന് മുമ്പ് നമ്മളൊരു സാധനം ഞാൻ ക്യാമറ തിരിച്ചുതരാം, കാണിച്ചു തരാം. അതിന് മുമ്പ് നമ്മൾ കയറാൻ പോണ ഒരു ഇതിലാ കയറണം. ഇത് ഉറപ്പാണോ? ഇനി കാണിച്ചിട്ട് ഇതല്ലെങ്കിൽ ഞാൻ മൂഞ്ചി പോവും. നമ്മൾ മൗണ്ട് ഫ്യൂജി കാണാൻ വേണ്ടി പോവാണ്. വർഷത്തിൽ 365 ദിവസത്തിൽ 80 ദിവസം മാത്രമേ കാണുള്ളൂ. പക്ഷേ ഇന്ന് കാണാൻ പറ്റില്ല, കാര്യം മഴയുള്ള സമയമാണ്. നമുക്ക് ഇവിടെ വരുമ്പോൾ മാത്രം അന്നത്തെ രാവിലത്തെ വെതർ അനുസരിച്ച് മൗണ്ട് ഫ്യൂജി കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അതൊരു ആക്റ്റീവ് വോൾക്കാനോ ആണ് ജപ്പാനിലുള്ള എൻ്റെ അറിവ് വെച്ചിട്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മളൊരു ക്രൂയിസിൽ കയറി പോകാൻ വേണ്ടി പോകും അല്ലേ? യെസ്. പക്ഷെ മൗണ്ട് ഫൂജി കാണാനാണോ ക്രൂസിൽ കാണാൻ? അല്ലല്ലോ, ആണോ? ഒരു വ്യൂ കാണാൻ പറ്റും. ഓ, പിന്നെ നമ്മുടെ കൂടെ പൈച്ചുണ്ട്. ഹായ് പൈച്ചു. ഹായ് പറയും. നമ്മുടെ എല്ലാ വീഡിയോയും ഇതൊക്കെ കവർ ചെയ്യാൻ പൈച്ചു സെറ്റാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു ടീമായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇനി 2 പേരും കൂടി ഉണ്ട്. ഞാൻ 2 പേരും കൂടി പരിചയപ്പെടുത്തി തരാം. മോനെ യെസ്, ഹായ്. ദിസ് ഈസ് അവർ ഫേമസ് റൈറ്റർ പോൾ സിഞ്ചേട്ടൻ. ദിസ് ഈസ് നമ്മുടെ അരുൺ ചേട്ടൻ. നമ്മൾ അദ്ദേഹത്തിനൊക്കെ ഡയറക്ടറാണ്. എടാ സീനിട്ടോ, വൻ സാധനം. ജപ്പാനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. സാധാരണ ഞാൻ വന്നപ്പോൾ കേട്ടൊരു അറിവാട്ടോ. അതായത് ജപ്പാനിൽ നമ്മളെ നാട്ടിൽ പോപ്പുലേഷൻ ഡേ ബൈ ഡേ ഇൻക്രീസ് ആവുകയാണല്ലോ. ജനസംഖ്യ ഇൻക്രീസ് ആവുന്ന സമയത്ത് ജപ്പാനിൽ ജനസംഖ്യ കുറയാണ്. അതായത് ഒരു പറയണമെന്ന് വെച്ചാൽ ജപ്പാനിൽ പോലെ അരേ ബോലോ ഭയ്യ മുത്തേ പൈച്ചു വായോ. അതായത് എന്താണ് ഇവിടുത്തെ ആൾക്കാർ വിവാഹം കഴിക്കുന്നത് കുറവാണ്. ഭയങ്കര നമ്മളെ സംബന്ധിച്ച് ഭയങ്കര കുറവാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഫുൾ മാരേജ് പരിപാടികളാണ്. ഇവിടെ അങ്ങനത്തെ പരിപാടികൾ ഒന്നുമില്ല. അത്ര
അതുകൊണ്ടാണ് പോപ്പുലേഷൻ കുറയണത്. അതിന് കാരണങ്ങളുണ്ട്. പോൾസൺ ചേട്ടൻ പറഞ്ഞു കറക്റ്റ്. അപ്പോൾ എനിക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞ എവിടെയൊക്കെ മിസ്റ്റേക്ക് വരെ വെച്ചിട്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ പോൾസൺ ചേട്ടൻ പറഞ്ഞുതരും. അതെന്തോ സമീമ കസി ഇനിയുണ്ടോ മോൾക്ക്? ടൈറ്റാനിക് ആയാലും നമുക്ക് ടൈറ്റാനിക് മൂഡ് ഈ കൊട കണ്ടല്ലേ? ഓ വൻ സാധനം. യോ വച്ചാലേ വൻ വൈബ് അല്ലേ? സീൻ സ്ഥലം. കൊണിച്ചുവ. One time. Idhar looking. Look there. Konnichiwa. Konnichiwa Japan. ഇതൊക്കെ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആട്ടോ. നമ്മളേറ്റ കളി ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മള് ബോട്ട് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. If you want to clean your country, you have to start your home. ഫ്രം ഹോം. അതാണ് ഏറ്റവും മെയിൻ കാര്യം. ജപ്പാനില് 6ാം ക്ലാസ് മുതൽ 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെ, അതായത് സ്കൂള് ഇവിടെ ഗവൺമെന്റ് സ്കൂളിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതിപ്പോൾ IAS ഓഫീസർ ആയാലും ആരായാലും ഗവൺമെന്റ് സ്കൂളിലേ പോകാൻ പറ്റുള്ളൂ. ഇനി 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെ ഇവിടെ ആകെ പഠിപ്പിക്കുന്നത് സിവിക് സെൻസ് മാത്രം, അല്ലാതെ ഒന്നും പഠിക്കണ്ട. അതായത് ഒരു സാധനം ഇവിടെ പഠിപ്പിക്കില്ല. സിവിക് സെൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒന്നാമത്തെ ലെസൺ എന്താണെന്ന് ചോദിച്ചാൽ ബാത്റൂം എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ് പഠിപ്പിക്കുക. അതായത് ഇപ്പൊ ഏത് ഓഫീസർ ആയാലും ആദ്യം പഠിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നേരെ തിരിച്ചല്ലേ. അല്ല, നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. സിവിക് സെൻസ് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ പോലീസുകാരൊക്കെ വഴിയിൽ ട്രക്കിൽ കൊണ്ട് പൈസ ഇട്ടാൽ പോലും നാട്ടുകാർ എടുത്തുകൊണ്ട് പോകില്ല. കാര്യം അത് അവിടെ തന്നെ കിടക്കും. ഇവിടെ ക്രൈം റേറ്റ് ഒക്കെ വളരെ സീറോ ആണ്. അതിന്റെ കാരണം 6 വയസ്സ് മുതൽ പഠിക്കുന്ന സിവിക് സെൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എല്ലാവരും അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യം. എനിക്ക് തോന്നുന്നു വിജയ് തലപതിയൊക്കെ വന്നിട്ട് അതൊക്കെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യട്ടെ അല്ലേ? തലപതി അവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് കേരളത്തിലേക്ക് ഇവിടുത്തെ സ്ട്രീറ്റും റോഡും എല്ലാം കാണാൻ പറ്റും. വൻ വൃത്തി. പിന്നെ അതേപോലെ തന്നെ വേൾഡ് കപ്പിലും ഈ അടുത്ത് വൈറലായ സാധനമാണ് എന്താ, ജപ്പാനുകാർ വേൾഡ് കപ്പ് കളിയുണ്ട്, സ്റ്റേഡിയം അവരിരിക്കുന്ന സ്ഥലം എല്ലാം വൃത്തിയാക്കുന്ന സംഭവം. അപ്പം മുതൽ എന്താണ് ഇതിൻ്റെ പിന്നിൽ, ഇവിടെ വന്നപ്പോഴും എല്ലായിടത്തും വൃത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പീക്കാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മൾ പോൾസൺ ചേട്ടനും നമ്മളെല്ലാവരും കൂടി അന്വേഷിച്ച് പോയപ്പോൾ അറിഞ്ഞ സാധനമാണ്. അവർക്ക് ബേസ് മുതൽ പഠിപ്പിക്കുന്ന സാധനമാണ് ഈ സിവിക് സെൻസ് എന്ന്. നമ്മളെ 1ാം ക്ലാസ്സിൽ മറ്റേ സോഷ്യൽ സയൻസ് അത് ഇതൊന്നുമല്ല, സിവിക് സയൻസ് അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. സിവിക് സെൻസ് അതേ കോമഡിക്ക് പറഞ്ഞാൽ കാര്യമൊക്കെ ഉള്ള. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ പഠിക്കാൻ മാത്രമായിട്ട്. അപ്പോൾ കാഴ്ചകൾ മാത്രമല്ല, ഈ നാടിന്ന് കുറേ പഠിക്കാണ്ടെന്ന് മനസ്സിലായി. പഠിക്കാൻ പറ്റണ്ട, ഞാൻ വലിയ പണ്ഡിതനായതൊന്നുമല്ല, ഞാൻ ഇവിടെ വന്നപ്പോൾ കിട്ടിയതാണ് അതൊക്കെ. അപ്പോൾ ഇങ്ങനെ കൂടി പറഞ്ഞ രക്ഷ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളടുത്ത കാര്യമാണ് റോപ്പ് വേ. 1956 മുതൽ അല്ലേ ഒരു അപകടം നടന്നിട്ടില്ല എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. ഗൈഡു ഹലോ. Nothing video.
എനിക്ക് ആ പേടി ഇവിടെ മലമ്പുഴയിൽ കൊണ്ട് റോപ്പേ കയറുന്ന ഞാൻ അറിയാം. റോപ്പേ ഇങ്ങനെ മനുഷ്യനുള്ളൂ. വരുമ്പോ ഇങ്ങനെ പിടിച്ചു വെക്കും. പെട്ടെന്ന് ഇങ്ങനെ പോയിട്ട് വരിപ്പിന്നൊക്കെ പോകും. അപ്പൊ ഇവരിങ്ങനെ എത്തിയിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ അതൊന്നും ഇല്ല. Like one word, like only they call it ratification. Same word, but they never teach in the like in that time. Only just ratification. Remember and the right. No using the past word, present word. ഇത് മൂന്നാറെത്തിയ പോലെ കേട്ടോ. ഒരു മൂന്നാർ മൂട്. ജപ്പാനിലെ മൂന്നാർ. ഇതാണ് ജപ്പാനിലെ മൂന്നാർ. ഇവിടെ നമ്മള് കറുത്തേക്ക് അതായത് ഇവിടെ സൾഫറിൽ ബോയിൽ ചെയ്ത കറുത്ത മുട്ട കിട്ടും. ആ കറുത്ത മുട്ട കഴിച്ചു കഴിഞ്ഞാൽ 7 വർഷം വരെ ആയുസ് കൂടുമെന്നാണ് പറയുന്നത്. ചുമ്മാ അവര് വെക്കാൻ വേണ്ടിയുള്ള ഉടായ്പ സെറ്റപ്പാണ്. എന്നാലും അതാണ് ഞാനും വിചാരിച്ചു. അങ്ങനെയാണ് ഒരു 10 വാങ്ങിയപ്പോ 70 കൂടുമല്ലോ. 10-30 വാങ്ങിയ റെക്കോർഡ് അടിക്കാം വയസ്സിൽ. 4 എണ്ണത്തിന് 250 റുപ്യ കണ്ടാണ് വില. ഒരെണ്ണം കഴിച്ചാൽ 7 കൊല്ലം ആയുസ് കൂടുമെന്നാണ് പറയുന്നത്. അതായത് കറുത്ത മുട്ടയാവാൻ കാര്യം സൾഫറിൽ ഇട്ടിട്ടാണ്. കാര്യം ഇവിടെ ഈ സൾഫർ ഭയങ്കര കൂടുതലാണ്. കാര്യം വോൾക്കാനോ ആണല്ലോ മൗണ്ട് ഫ്യൂജിയുടെ ഒക്കെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കിട്ടുന്നത് അതിൽ ബോയിൽ ചെയ്തിട്ടുള്ള കറുത്ത മുട്ട അതാണ് നമ്മൾ കഴിക്കാൻ പോണേ. കറുത്ത മുട്ട കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇതാണ് ആ കറുത്ത മുട്ട. സോ ഗൈസ്, ഇതാണ് കറുത്ത മുട്ട. ഇത് കഴിച്ചാൽ നമ്മള് 7 വയസ്സ് കൂടുതൽ ജീവിക്കുന്ന പറഞ്ഞത്. അത് നാളെ എന്തെങ്കിലും പറ്റിയല്ലോ എങ്ങനെയാണ് പേര് പറയണേ. കഴിച്ചു നോക്കാം അല്ലേ? ഒരു മുട്ട കൊണ്ടൊരു നാട് ജീവിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മുട്ട കൊണ്ട് ഇതുണ്ടോ ഈ കടയിൽ ഫുള്ളി കോഴിമുട്ട കൊണ്ടുള്ള സാധനങ്ങളാണ്. മുട്ട കൊണ്ട് ടോയ്, മുട്ട കൊണ്ട് അത്, മുട്ട കൊണ്ട് ഇത് എല്ലാം ഉണ്ട്. മുട്ട ഫുൾ മുട്ട. ഈ മുട്ടയാ കഴിച്ചു നോക്കാം. സാധാ കോഴിമുട്ട തന്നെ തോന്നുന്നു. ബ്ലാക്ക് കോട്ടിങ് ഇട്ടിട്ടുള്ളൂ തോന്നുന്നു. പക്ഷെ ഇത് കഴിച്ചാൽ 7 വർഷം കൂടുതൽ ജീവിക്കുന്നുള്ള ഒരു സേയിങ് ഉണ്ട്. ആ സെയിം കാരണമാണ് ഈ നാട് മൊത്തം ജീവിച്ചു പോകണമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കട ഫുള്ള് തിരക്ക്, ഫുള്ള് ആൾക്കാർ. അത്ര ഫേമസ് ആയതുകൊണ്ടാവണം. ഇത് കറുപ്പ് വരാൻ കാരണം ഇവിടെ വോൾക്കാനൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ അടിയിൽ നിന്ന് അങ്ങനെ എന്തൊക്കെയാണ്. നേരത്തെ പറഞ്ഞ സൾഫർ ഇതിന്ന് എങ്ങനെയാന്ന് നമുക്കറിയില്ല. ഇതിനെങ്ങനെയാണ്? അല്ല, ഇതിന്ന് എങ്ങനെയാണ്? എന്താണ് ഈ സാധനം ഉണ്ടാക്കുന്നത്? കുഴിച്ചെടുക്കുക കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കും. സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കാൻ ഒക്കെ സൾഫർ വേണമല്ലോ. ആണോ? സൾഫർ ഫാക്ടറി അത് അത്ര വിവരമില്ല. കഴിച്ചോക്കല്ലേ? ഇത് നാട്ടിൽ സാധാ കോഴിമുട്ട, പുറത്ത് ബ്ലാക്ക് പെയിന്റ് അടിച്ചോണ്ട് അല്ലേ? പറ്റിച്ചോ? ഇത് സാധാ കോഴിമുട്ടാണ്. 7 കൊല്ലം കൂടുതൽ ജീവിക്കുന്ന പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിച്ച് ഇവിടെ ഫുൾ ആൾക്കാര് ജീവിക്കുമെന്ന് അറിയില്ല കേട്ടോ. ഇത് ജപ്പാനാരാണ് ലോകത്തില് ബ്ലൂ സോണിലുള്ള ആൾക്കാർ. അത് ബ്ലൂ സോൺ എന്ന് പറഞ്ഞാല് ഏറ്റവും കൂടുതൽ വർഷം ജീവിക്കുന്ന പേരുണ്ട് ഇവിടെ. 100 വയസ്സിന് മേളിലുള്ള ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ച ആൾക്കാരെ കണക്കെടുത്ത് നോക്കുമ്പോൾ ജപ്പാൻകാരാണ് മുന്നിൽ. പക്ഷേ ഇതുകൊണ്ടൊന്നല്ല, അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പ്രവൃത്തികൾ കൊണ്ടാണെന്നാണ് പറഞ്ഞത്. ഇതുകൊണ്ടാണെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണ് ഇതൊക്കെ എടുത്ത് നാട്ടിലേക്ക് കൊണ്ടുപോയ പോലെ. എന്നിട്ട് നാട്ടിൽ എല്ലാവർക്കും കൊടുത്താൽ അവരെല്ലാവരും 100 വയസ്സ് ജീവിക്കില്ലേ? അത് ശരി. ഇനി മുട്ടുണ്ടോ? 3 മുട്ട. യെസ്. നമ്മൾ 7 ദിവസമാണ് ജപ്പാനിക്ക് വന്നത്. 7 days ഇൻ ജപ്പാൻ. അപ്പോൾ അതിലത്തെ ആദ്യത്തെ ദിവസമാണ് ഇന്ന്. സോ ഇന്ന് നമ്മൾ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. പെയിന്റ് പോന്നോ? ഇതൊരു സൾഫറി പുഴുങ്ങിയതാ. സൾഫറി പുഴുങ്ങ അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് അല്ലേ? മാനസികമായിട്ട് അങ്ങനെ വിശ്വസിക്കാം.
അപ്പോ എന്നോട് എല്ലാവരും ക്ഷമിക്കണം. കാരണം എന്താ വെച്ചാല് അതിന് ശേഷം എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. വെച്ചോണ്ട് വെച്ച് നമ്മളെ അവസ്ഥ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. എന്താണ്, അതായത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് വ്ളോഗ് എടുത്ത്. ഇറ്റ്സ് വെരി ടാസ്ക്. എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ അതുകൊണ്ട് കുറെ വ്ളോഗ് എടുക്കാൻ പറ്റില്ല. അതിനുശേഷം നമ്മള് മൗണ്ട് ഫൂജി പോയി. പക്ഷെ ക്ലൈമറ്റ് കാരണം അവിടെ ഒന്നും കാണാൻ പറ്റിയില്ല. ആകെ പാളി മൂഞ്ചി പോയി. പിന്നെ അവിടെ നിന്ന് ഒരു ചായ കുടിച്ച് പിന്നെ അതിനുശേഷം നമ്മള് ഇത് പോയി. അത് എനിക്ക് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. മറ്റേതാ നമ്മള് ട്രാഫിക് പോയില്ലേ, ഓ അത് സീന്. അതായത് നമ്മൾ ഇതിലെ കാണൂലേ, എന്താ പറയാ, സിനിമയിലെ കാണും. അതായത് ഇതാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ക്രോസിംഗ് ആണ്. ഈ സ്ഥലം മുതല് അടുത്ത സിഗ്നലിന് മുതൽ ഇങ്ങനെ നമ്മളെ ആൾക്കാർ നടക്കാം. എന്താ പറയാലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാക്കിങ്ങോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാക്കിംഗ് അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരകൾ മാത്രമാണ് എനിക്കറിയാവൂ. സീബ്ര ക്രോസിംഗ്, യെസ്. സീബ്ര ക്രോസിംഗ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ സീബ്ര ക്രോസിംഗിന്റെ അത് അതായത് കറക്റ്റ് നടക്കുന്ന സമയത്ത് സെഞ്ചിക്യു ക്രോസിംഗ്, സെഞ്ചിക്യു തന്നെ അല്ലേ അങ്ങനത്തെ ഒരു പേരുള്ള ക്രോസിംഗ്. അപ്പോ കുറെ ആൾക്കാർ അതായത് ഇതിന് നടുവിൽ ഭയങ്കര രസമുള്ള ഒരു സ്പോട്ട് പോലെയാണ്. എല്ലാരും ഈ പശ്ചാത്തലം എല്ലാരും ഒറ്റ ഓട്ടാണ്. ഞാൻ വേണമെങ്കിൽ ഇവിടെ വീഡിയോ എടുക്കാം. കണ്ടോ, ഇതേപോലെ. അപ്പോ എന്താണ്, ഇതേപോലെ ഇങ്ങനെ ഓടി എല്ലാരും ഫോട്ടോ എടുക്കുക, അതൊക്കെ അത് വൻ സാധനം. അപ്പൊ എന്താ വെച്ചാൽ ഞാനപ്പോ ഇങ്ങനെ റീല് പോലെ വീഡിയോ എടുക്കാൻ തിരക്കിലായി പോയി, പിന്നെ ഫോട്ടോ എടുക്കാൻ തിരക്കിലായി പോയി. അങ്ങനെ അപ്പൊ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല, സോറി. പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത്, പിന്നെ മെട്രോയില് പോയി. മെട്രോയില് പോയിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ കയറി. മെട്രോ ഭയങ്കര അടിപൊളിയായിരുന്നു, ഭയങ്കര സൈലൻസ്. പിന്നെ എന്താ വെച്ചാൽ നമ്മള് ഫുഡ് കഴിയുമ്പോൾ ഇങ്ങനെ കുറെ സംസാരിച്ചപ്പോ എന്താണ്, ഇപ്പൊ ജപ്പാനെ പറ്റി നമ്മളിങ്ങനെ പറഞ്ഞല്ലോ, ഭയങ്കര എന്താണ് പോപ്പുലേഷൻ, അത് ഇത് ഭയങ്കര വൃത്തിയാത്. പക്ഷെ ഇതിന് ഒരു വേറൊരു സൈഡും കൂടി ഉണ്ട്. അതായത് ഇവരെ പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പുതിയ ജനറേഷൻ ഇല്ലാണ്ടിരിക്കണം, അങ്ങനെ എന്തൊക്കെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ കുറച്ച് ഇവിടുത്തെ ആൾക്കാർക്ക് അത്ര, അതുകൊണ്ട് കൂടുതൽ ഡിപ്രഷൻ ഉള്ളത്, കൂടുതൽ സൂസൈഡ് ടെൻഡൻസി ഉള്ളത്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. എനിക്കെന്താ വെച്ചാൽ ഭയങ്കര സീരിയസ് ആയിട്ട് വർത്താനം പറയാൻ അറിയില്ല. അപ്പോൾ അറിയില്ല എന്ന് പറയുമ്പോൾ അത് എവിടെയെങ്കിലൊക്കെ പാളിപ്പോവും. അതാണ്. അപ്പോൾ എന്താ വെച്ചാല് ഇവിടെ ഒരു സൂസൈഡ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്നിട്ട് ഇവരിങ്ങനെ കയറി പോയിട്ട് ആൾക്കാർക്ക് അവിടെ പോയി സൂസൈഡ്, അങ്ങനത്തെ ഒരു സ്ഥലം. ഞാൻ ഭയങ്കര അടിപൊളി, അതായത് എല്ലാത്തിന്റെ ഒരു അടിപൊളി സൈഡ് ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാത്തിനും ഇനി ഒരു ബാഡ് സൈഡ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോ അതാണ് എന്നിട്ട് നമ്മളെ ഫസ്റ്റ് ഡേ. ഇനി വ്ളോഗ് ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. ഇൻഷാല്ലാ നമ്മൾ എടുക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പോ നമ്മുടെ ഈ ഒരു ചെറിയ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ ഇതാണ് ഞങ്ങൾ നിൽക്കുന്ന റൂം കേട്ടോ. ഞാൻ റൂം കാണിക്കാൻ പറഞ്ഞു. ദിസ് ഈസ് അവർ റൂം. ഇവിടുന്ന് കാണുന്ന വ്യൂ ആണിത്. ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യോ, മാസ്റ്റർ ഓഫ് കൊടുത്താൽ മതി. ഇവിടെ തന്നെ യെസ്, ഇതുണ്ടോ. അങ്ങനെ ഇന്നാണ് നമ്മുടെ ടോക്കിയോയിലെ ലാസ്റ്റ് ദിവസം. ടോക്കിയോയിൽ നിന്ന് നമ്മളിന്ന് വിട പറയുകയാണ്. നാളെ നമ്മള് രാവിലെ 6 മണിക്ക് എണീച്ചിട്ട് അവിടേക്ക് പോവാണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടാസ്കും കൂടി ഉണ്ട്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു, വൻ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. ഞാൻ അത് നേരത്തെ പറഞ്ഞായിരുന്നു അല്ലല്ലോ? അതല്ല, എടുത്തായിരുന്നു പക്ഷെ പറഞ്ഞിട്ടില്ല, ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാ. അപ്പോൾ അതായത് നമ്മള് നേരെ പോയി ഒരു വലിയൊരു ഏരിയ ഫുൾ അടിപൊളി ഭക്ഷണങ്ങൾ, അത് ഇതൊക്കെ. പിന്നെ എന്താ വെച്ചാല് ഹലാലല്ല, പോർക്ക് അതൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ഞാൻ കഴിക്കലില്ല. ഞാന് കണ്ടപ്പോ ബീഫാന്ന് വെച്ചിട്ടാവുമെന്ന് പറഞ്ഞ്. അപ്പൊ എന്നിട്ട് നമ്മളെ സംസാരം കേട്ടിട്ട് ഒരു ചങ്ങായി നമ്മുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു ഇത് ഹലാലല്ല കേട്ടോ. പിന്നെ അവിടെ തന്നെ എന്താണ് അവര് ഓംലെറ്റ് കുക്ക് ചെയ്തെന്ന് സൈഡിൽ നിന്ന്. അങ്ങനെ ഒരു അടിപൊളിയായിരുന്നു മൊത്തത്തില്. അപ്പോ ഈ ഒരു ചെറിയ വ്ളോഗ് ഈസ് വൈൻഡിങ് അപ്പ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.